ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का अधिपवित्र नाम का महिमा हो. ഇവിടെ ഈ ശനിയാഴ്ചത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. इस मीटिंग का आशीष के लिए आयत पढ़ेंगे. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. भजन संहिता 23 और उसका 3 और 14 आयत. Psalms 23 verse 3 and 4. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. वो मेरे जी में जी ले आता है. धर्म के मार्ग में वह अपने नाम के निमित्त मेरी अगुवाई करता है. चाहे मैं घोर अंधकार से भरी हुई तराई में होकर चलूं तो भी हानि से न डरूंगा, क्योंकि तू मेरा साथ रहता है. तेरा सोटे और तेरी लाठी से मुझे शांति मिलती है. ശനിയാഴ്ച എബിന് ഈ 23-ാം സങ്കീർത്തനം ആസ്പദമാക്കി വചനം ശുശ്രൂഷിച്ചപ്പോൾ ഈ 2 വാക്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. जब 23 वचन से एबिन जब मनन कर रहा था तो उसमें ये 2 भाग जो वेड जो आयत पढ़ा गया, ये मुझे विचार में करने के लिए मुझे मजबूर किया है. നമ്മള് ഇത് ചെറുപ്പം മുതൽ നമ്മള് സൺഡേ സ്കൂളുകളിലും എല്ലാം അത് കാണാപ്പാഠം പഠിക്കണമെന്നുള്ള ഒരു നിർബന്ധം പിള്ളേരുടെ മേൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. बचपन से ही ये भजन जब बच्चे संडे स्कूल पढ़ते हैं हम उनको बताते हैं इसको बाय हार्ट करने के लिए. സൺഡേ സ്കൂൾ മുതൽ ഇതെല്ലാം ഈ സങ്കീർത്തനം കേട്ടു വരുന്നതായിട്ട് ഇതെല്ലാവർക്കും പരിചയമുള്ളതാണ്. इसलिए बचपन से हम जब संडे स्कूल का समय से हम इस भजन को सुना, इसलिए हम में से हर एक इससे परिचित है. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഇതാണ്, തിരുനാമ നിമിത്തം ആ ഒരൊറ്റ വേർഡ്. मुझे जो विचार में आया है अपने नाम के निमित्त, ये शब्द है. അടുത്തത് മരണനിഴലിൽ താഴ്വര. आगे है अंधकार से भरी हुई तराई. തിരുനാമ നിമിത്തം അവൻ നമ്മളെ നീതിയുള്ള പാതകളിൽ നടത്തുന്നെന്ന് ദാവീദ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. यहाँ पर दाऊद कहते हैं वो अपने नाम के निमित्त मेरा अगुवाई करेगा. ഇവിടെ ദാവീദിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. दावीद अपना अनुभव यहाँ पर लिखा हुआ है. ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസ് ആയിട്ടാ പറയുന്നത്. അവന് കർത്താവ് ദൈവം ദാവീദിനെ നടത്തിയ വിധങ്ങളിൽ അവൻ അത് എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്. ये सारा पास्ट टेंस में लिखा गया है. दाऊद ने अपना जीवन में अनुभव किया हुआ सारे बातों का उल्लेख यहाँ पर किया गया. അപ്പോൾ തിരുനാമ നിമിത്തം അവൻ നമ്മളെ നീതിയുള്ള പാതകളിൽ നടത്തുമ്പോഴും നമുക്ക് പലപ്പോഴും ചില ഡൗട്ട് ഉണ്ട്, കർത്താവേ ഇത് കർത്താവിന്റെ വഴിയാണോ എന്നുള്ളത്. वो अपने नाम के निमित्त हमें सदैव जब धार्मिक का मार्ग में जब चलाते हैं तब भी हमें कभी कभी संदेह रहता है कि क्या ये परमेश्वर की ओर से है. സങ്കീർത്തനം 5:8 നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനം 5:8. भजन संहिता 5 और 8 आयत में हम इस प्रकार पढ़ते हैं, യഹോവേ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. हे यहोवा मेरा शत्रुओं के कारण अपने धर्म के मार्ग में मेरी अगुवाई कर, मेरे आगे आगे अपने सीधे मार्ग को दिखा. ദാവീദ് ഒരു സമയത്ത് പ്രാർത്ഥിച്ചപേക്ഷിച്ച കാര്യമാണിത്. എന്റെ ശത്രുക്കൾ നിമിത്തം ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമെന്നോ. ये दाऊद के द्वारा प्रार्थना के द्वारा विनती किया गया है कि मेरे शत्रु के कारण अपने धर्म के
मार्ग में मेरी अगुवाई कर। എന്നാൽ ദാവീദ് അനേക പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്ത് കാലങ്ങളും സമയങ്ങളും കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന ഈ അപേക്ഷ കേട്ടിട്ടാണ് ദാവീദ് 23 ഒരുപക്ഷെ എഴുതിയായിരിക്കാം, എന്റെ തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിയുള്ള പാതകളിൽ നടത്തുന്നു എന്നുള്ളത്. दाऊद अपना जीवन में भिन्न भिन्न समय में विपरीत परिस्थितियों का सामना करते हुए उसमें से होकर गुजरा और उसके पश्चात ये 23 भजन संहिता लिखा है. എന്നുവെച്ചാൽ സേക്ക് ഓഫ് ഗോഡ്, തിരുനാമം നിമിത്തം കർത്താവ് നടത്തുന്ന പാത. ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ ശത്രുക്കൾ നിമിത്തം, സേക്ക് ഓഫ് എനിമി, ശത്രുവിൻ്റെതാകുന്ന പോരുകള് ദാവീദിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, അവര് നിമിത്തം കർത്താവെ നിന്റെ നീതിയുള്ള പാതയിൽ എന്നെ നടത്തണം. यहाँ पर अपने नाम के निमित्त और शत्रुओं के कारण तुम मुझे अपना धार्मिकता का मार्ग पर चलाना. എന്നാല് നമുക്ക് കുറച്ച് കാര്യങ്ങള് ഈ സേക്ക് ഓഫ് ഗോഡ്, തിരുനാമം നിമിത്തം കർത്താവ് എന്തൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇടയിലോട്ട് കർത്താവ് എങ്ങനെയാണ് ഇറങ്ങി വന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. अपने नाम के निमित्त वो हमारे बीच में किस प्रकार आया है, जिसके बारे में थोड़ी देर मनन करें. ഇവിടെ നമ്മൾ വായിച്ചു, തിരുനാമ നിമിത്തമാണ് ഇറങ്ങി വരുന്നത്, അല്ലാതെ നമ്മുടെ ഒരു യോഗ്യതയും കണ്ടുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നതല്ല. वो अपना नाम का निमित्त है जो है हमारा बीच में आया, क्योंकि हमें कोई ऐसा योग्यता नहीं था. 1 ശമൂവേൽ 12:22 നമുക്ക് വായിക്കാം. पहला शमूएल उसका 12 और 22 पढ़े. 1 Samuel chapter 12 verse 22. യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു, തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടത്തില്ലെന്ന് ശമൂവേലിലൂടെ തന്റെ ജനത്തോട് കർത്താവ് സംസാരിക്കുകയാണ്. यहाँ पर हम शमूएल से परमेश्वर बात करते अपने बड़े नाम के कारण अपनी प्रजा को वो न तजेगा. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. क्योंकि यहोवा ने तुम्हें अपनी ही इच्छा से अपनी प्रजा बनाया है. എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്റെ മഹത്തായ നാമനിമിത്തം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ദൈവം നമ്മുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നെന്നാ പറയുന്നത്. वो परमेश्वर का जो महिमित जो नाम है, जिसके कारण वो हमारे बीच में उतर आया. നമ്മുടെ കുടുംബ മഹിമയോ കുലമഹിമയോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ ശ്രേഷ്ഠതയോ ഒന്നും കണ്ടുകൊണ്ട് കർത്താവ് നമ്മളെ ഇഷ്ടപ്പെട്ടതല്ല. हमारा कोई भी खूबी या परिवार का या इस प्रकार हमारा कोई गुण या खूबी कहने के लिए इसके पीछे कोई कारण नहीं था. അത് കാരണം കർത്താവിന് നമ്മളോട് എന്തോ നമുക്ക് പോലും അറിയത്തില്ല നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എന്ത് യോഗ്യത ഉണ്ടായിരുന്നു. परमेश्वर हमसे प्रेम करने के लिए हमें क्या योग्यता है, हम शायद उसको समझ नहीं सकते. അങ്ങ് പറഞ്ഞു, നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. परमेश्वर ने बनाया, तुम मेरे लिए प्रिय है. അത് കാരണം ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ തിരുനാമ നിമിത്തം നീതിയുള്ള പാതകളിൽ നടത്തുന്നു. इसलिए वो अपना नाम का निमित्त हमें धार्मिकता का मार्ग में चलाते हैं. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കേണ്ട 15-ാം അധ്യായം വായിക്കുമ്പോൾ 2 ഉപമ കർത്താവ് പറയുന്നുണ്ട്. लूका का सुसमाचार 15 अध्याय में जब आते हैं, 2 दृष्टांत यीशु मसीह बताते हैं. ഒരു ഉപമയാണ് കാണാതെ പോയ ആട്. एक में खोया हुआ मेमना है. 100 ആടിൽ ഒരെണ്ണം കർത്താവിന്റെ വഴി വിട്ടുപോയതല്ല, അറിയാതെ എന്തൊക്കെയോ അബദ്ധത്തില് ചെന്ന് ചാടി അങ്ങനെ അങ്ങ് ആയിപ്പോയി. वो जानबूझकर मार्ग से अलग नहीं हुआ, बल्कि वो किसी कारणवश झुंड से अलग हुआ है. എന്നാൽ ആ കാണാതെ പോയതിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ഇടനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. उस खोया हुआ, वो भटक गया हुआ उस मेमने को खोजने वाला वो चरवाहों को वहां पर देखते हैं. മറ്റെല്ലാ വളർത്തുമൃഗങ്ങളെക്കാളിലും ആടിനെ കുറിച്ച് പറയുന്നത്
ആട് നമ്മുടെ വീടിന്റെ പരിസരത്തിന്റെ ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ അത് ആ വഴി തിരിച്ചു ആ വീട്ടിലോട്ട് വരാനുള്ള വഴി മറക്കുമെന്നാ പറയുന്നത്. बाकी जानवरों से अलग है मेमना जो है, क्योंकि वो घर का नजदीकी से थोड़ा यदि दूर चले जाए तो वो घर का मार्ग वो भूल जाता है. ഇവിടെ നമ്മൾ ഡൽഹിയിലും ഒക്കെ ഈ റോഡിലും ഒക്കെ നിൽക്കുന്ന പശു ഓരോരുത്തരുടെ ആയിരിക്കും അത്. इस दिल्ली वाले में जो हम गाय को देखते हैं जो सड़क में खड़े रहते हैं, उसका अलग अलग मालिक लोग रहता है. പകൽ സമയത്ത് അതിനെ ഒരു കൺട്രോളും ഇല്ലാത്ത നിലയിൽ അഴിച്ചു വിട്ടിരിക്കുകയാണ്. दिन में उसको खुला छोड़ देता है. എന്നാൽ അതിന്റെ സമയമാകുമ്പോൾ ഉച്ച കഴിഞ്ഞ് സന്ധ്യ ആകാറാകുമ്പോൾ അത് ഉടമസ്ഥന്റെ അടുക്കലോട്ട് തന്നെ മടങ്ങിച്ചെല്ലും. लेकिन शाम को वो अपना मालिक के पास अपने घर में पहुंच जाता है. എന്നാൽ ആട് ഒരു പരിധി ദൂരം പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ഉടമസ്ഥന്റെ അടുക്കലോട്ട് ഇടയന്റെ അടുക്കലോട്ട് തിരിച്ചെല്ലാൻ പോകുമ്പോൾ അവന് വഴി തെറ്റിക്കും. लेकिन जो बकरा है, जो बकरी जो मेमना है, वो कुछ दूरी अगर दूर चले गया तो वापस उसका मालिक के पास जाने का मार्ग रास्ता भूल जाता है. എന്തിന് ആടിന്റെ കാര്യം പറയുന്നത്? ഇവിടെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകാനായിട്ട് എന്തുവേണ്ടി വഴി തെറ്റിയിട്ടുണ്ട്. ഒരു വീട്ടിൽ പല പ്രാവശ്യം പോയിട്ട് നമുക്ക് വഴി തെറ്റിയിട്ടില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ രാസ്ത നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. हम जब कॉटेज मीटिंग वगैरह में जाते हैं, घरों में जाते हैं, अक्सर हम भी रास्ता भूल जाते हैं. ഈ പറയുന്ന എന്റെ കൂടെ ഉൾപ്പെടെ കാര്യം പറഞ്ഞു. वो भाई अपने बारे में भी बताता है. അത് കഴിയുമ്പോൾ വഴി തെറ്റി പോയി കഴിയുമ്പോഴത്തേക്കും മാറ്റിച്ചാലെയോ അലക്സണ്ടറെ ഞങ്ങൾ ഇവിടെ നിൽക്കുക, എങ്ങനെ വരേണ്ട വഴിയെന്നൊന്ന് പറഞ്ഞു തന്നെ. जब मार्ग से रास्ता जब भूल जाते हैं, किसी भाई को कॉल करके रास्ता पूछ लेता है. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടും വഴി തെറ്റിപ്പോകും. गूगल मैप का इस्तेमाल करने के बाद भी रास्ता भूल जाता है. അപ്പോൾ ആട് ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ ഇടേണ്ടി അടുക്കലോട്ട് വരാനുള്ള വഴി അതും പെട്ടെന്ന് മറന്നുപോകും. ये मेमना जो कुछ निश्चित दूरी से बाहर चले जाते हैं तो अपना मालिक के पास वापस आने का रास्ता भूल जाता है. എന്നാൽ ആ ഇടയൻ തേടി ചെന്ന് ആ ആടിനെ മടക്കിക്കൊണ്ടുവന്ന് ഇടയന്റെ വഴിയിലോട്ട് ആക്കുന്ന ഒരു ഇടയനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. लेकिन वहां पर हम उस चरवाहा को देखते हैं जो उसको कोसते हुए जाते हैं और लेकर आते हैं. നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് എത്രത്തോളം അറിവുണ്ട്, നമുക്ക് എത്രത്തോളം ജ്ഞാനമുണ്ട്, നമുക്ക് എത്രത്തോളം ഒരു കാര്യം കഴിയും, ഇതെല്ലാം കർത്താവിന് നമ്മളെ സൃഷ്ടിച്ച കർത്താവിന് അറിയാം. हमारा क्या खूबी है, हमें कितना एबिलिटी है, कितना जानकारी है, ये सब कुछ हमारा सृष्टिकर्ता जानता है. ആ ആട് അവിടെ നിന്ന് അലമുറയിട്ട് കരയുമ്പോൾ ആ ഇടയൻ തേടി ചെല്ലുന്ന റൂട്ട് നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ അതിന്റെ നടുവിലോട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. തിരുനാമ നിമിത്തം അവൻ എന്നെ നീതിയുള്ള പാതകളിൽ നടത്തുന്നു എന്നുള്ളത്. और जिस प्रकार वो मेमना रोते हुए बिलखते हुए वहां पर घूमते हैं, उसको ढूंढ कर वो चरवाहा वहां पहुंचते हैं, वैसे ही यहाँ पर दाऊद कहते हैं कि अपना नाम के निमित्त वो मुझे धार्मिक का रास्ता में परमेश्वर चलाता है. അപ്പോൾ ഇടയനെ തന്നെ അറിയാം അവൻ അങ്ങനെ ആയിരിക്കുന്ന എന്തോ അബദ്ധം പറ്റി, അവന്റെ കുഴപ്പമല്ല, എനിക്ക് അവനെ തേടി ചെന്ന് രക്ഷിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ളത് ഇടയനും അറിയാം. इसलिए चरवाहा जानते हैं कि वो मार्ग कुछ गलती से मार्ग से भटक गया है, उसका गलती नहीं, इसलिए वो ढूंढ कर जाता है. അത് കാരണം നമ്മൾ അവന്റെ കൈക്കലെ ആടുകളായിരിക്കാൻ നമുക്ക് കൃപ ലഭിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. हम उसका हाथों के नीचे मेमना होने के लिए वो उसने हमें अवसर दिया, इसके लिए परमेश्वर को धन्यवाद कराए. എന്നാൽ ആ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ ഒരു മുടിയനായ പുത്രനെ കുറിച്ച് സംസാരിക്കുന്നു. लूका का सुसमाचार में उसमें वहां पर एक उड़ाऊ पुत्र के बारे में भी देखते हैं. അവിടെ അപ്പന്റെ ഭവനം വിട്ട് സ്വയം തീരുമാനമെടുത്ത് എനിക്ക് ഈ അപ്പന്റെ വീട്ടിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു പുത്രനെ കുറിച്ചാണ് കാണുന്നത്. वहां पर एक उड़ाऊ पुत्र को देखते हैं जो अपना पिता का घर में वो बताया कि अब मुझे इस घर में नहीं रहना है, इस प्रकार कहते हुए वहां से जाने वाला व्यक्ति है.
ഇവിടെ പകുതി മുക്കാൽ വേദപഠിതാക്കളും പറയുന്നത് ഒരു അപ്പന്റെ ഭവനം വിട്ടുപോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഈ ദൈവത്തെ അറിഞ്ഞതും രക്ഷിക്കപ്പെട്ടതും ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. वो जो पिता का भवन में है, बाइबल का जानकार लोग कहते हैं कि वो पिता को जाना उसको चका हुआ व्यक्ति है. അപ്പന്റെ ഭവനം എന്ന് പറയുമ്പോൾ ദൈവസഭ വിട്ട് സ്വയം തീരുമാനമെടുത്ത് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ടേച്ചു പോയ ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. और पिता का भवन का मतलब यह है कि कलीसिया में था और परमेश्वर के को पहचाना हुआ लोग वो परमेश्वर नहीं चाहे इस प्रकार बताकर गया हुआ व्यक्ति है. എന്നാൽ ഈ മോനെ ഈ അപ്പൻ കാത്തിരിക്കുന്ന ഒരു അപ്പനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. लेकिन इस बेटे का इंतजार में उसका वापसी का इंतजार में बैठकर इंतजार करने वाला एक बाप को वहां पर हम देखते हैं. ഈ അപ്പന് ശരിക്കും അറിയാം ഈ മോൻ പോയത് എത്രത്തോളം പോകും, തിരിച്ചു മടങ്ങി തന്നെ വരുമെന്നുള്ളത് ഈ അപ്പന് വളരെ പക്ക ഉറപ്പാണ്. ये पिताजी जानता था कि ये कहां तक जा सकते हैं, ये पक्का वापस आएंगे, वो निश्चय उसमें था. എന്നാൽ ഈ അപ്പന്റെ വഴിയിലോട്ട് ആ നീതിയുള്ള പാതയിലോട്ട് മടങ്ങി വരുന്ന ഒരു പുത്രനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. इस वापस उस धार्मिकता का उस पिताजी का मार्ग में या धार्मिकता का मार्ग में वापस आने वाला एक बेटे को वहां पर हम देखते हैं. ഈ രണ്ട് ആടിന്റെ വിഷയവും ഈ മുടിയനായ പുത്രന്റെ ഈ രണ്ട് ഉപമയും നമുക്ക് പഠിക്കുവാണെങ്കിൽ അവൻ തിരുനാമ നിമിത്തം അവൻ നീതിയുള്ള പാതകളിൽ അവൻ നമ്മളെ നടത്തുന്നു. जब ये दोनों मेमने का विषय में और सुडाव पुत्र का विषय में जब हम देखते हैं कि उसका नाम का निमित्त वो हमें धार्मिकता का मार्ग में ले चलता है. നമ്മൾ അവന്റെ പാതയിൽ നിന്ന് വിട്ടുപോകാനുള്ള മൂന്നാല് കാരണങ്ങളുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. उसका मार्ग से हम कैसे अलग हो जाते हैं, उसका रेफरेंस बताना पड़ता. रेफरेंस യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. यिर्मयाह 18 और उसका 15 में हम मार्ग से कैसे फटक जाते हैं उसका कारण बताते हैं. ഇവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് യിരെമ്യാവിനോട് ദൈവം പറയുന്നതാണ്, എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു, അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി, അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നുവെന്ന് ഇവിടെ യിരെമ്യാവിലൂടെ ദൈവം സംസാരിക്കുകയാണ്. यहाँ पर यिर्मयाह के द्वारा परमेश्वर उसका 18 अध्याय का 15 आयत में इस प्रकार बताते हैं कि परंतु मेरी प्रजा मुझे भूल गई है, वे निकम्मी वस्तुओं के लिए धूप जलाते हैं, उन्होंने अपने प्राचीन काल के मार्गों में ठोकर खाई है और राजमार्ग छोड़कर पाखंडियों में फटक गए हैं. ഇവിടെ 4 കാര്യങ്ങളാണ് ഈ ജനം ദൈവത്തോട് കാണിച്ചത്. यहाँ पर 4 कार्य जो परमेश्वर के विरुद्ध लोगों ने किया. ഒന്ന് വിശ്വാസവഞ്ചന ദൈവത്തോട് ഈ ഇസ്രായേൽ ജനം കാണിച്ചു. पहला विश्वासघात परमेश्वर के साथ किया. 2 ഇവർക്ക് ആ പുരാതന പാതകളിൽ ചെന്നിട്ട് ഒരു പശ്ചാത്താപം ഇല്ലാത്ത ഹൃദയത്തിൽ അങ്ങ് തുടർമാനം ജീവിച്ചു. वो जो मार्ग से भटक गया, पुराना मार्ग में चले गया, लेकिन बिना पश्चाताप का वो वहां पर जीवन बिताया. ഈ പുരാതന പാതകളിൽ ചെന്നിട്ടും ദൈവം സന്ദർശിച്ചിട്ടും ദൈവത്തെ കുറിച്ച് ഒരു വിചാരമില്ലാത്ത നിലയിലിരുന്നു. वो प्राचीन काल का मार्ग में चले गया है, लेकिन वो परमेश्वर का सोच के बिना उसको याद किए बिना वहीं रह गया. പിന്നെ അതിനുശേഷം ദൈവത്തെ ആദരിച്ചില്ല, ആദരക്കുറവ് ദൈവത്തോട് കാണിച്ചു. वो परमेश्वर का आदर नहीं किया. അപ്പോൾ ദൈവത്തിന്റെ ജനമല്ലേ, ദൈവം അവരെ തിരുനാമ നിമിത്തം അവരെ നീതിയുള്ള പാതകളിൽ നടത്തുവാൻ ദൈവം അവരുടെ ഇടയിലോട്ട് തന്നെ ഇറങ്ങിച്ചെന്നു. वो परमेश्वर अपना नाम के निमित्त उन्हें सीधे मार्ग में चलाने के लिए उसके बीच में गया. യെശയ്യാവിന്റെ പുസ്തകം 43-ന്റെ 25-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. आयशा 43:25 पढ़ेंगे. അതിനകത്ത് നാം പറയുകയാണ്, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല.
वहां पर हम पढ़ते हैं कि मैं वही हूँ जो अपने नाम के निमित्त तेरे अपराधों को मिटा देता हूँ और तेरे पापों को स्मरण न करूंगा। അതുകൊണ്ടാണ് അവൻ കർത്താവ് നമ്മളെ നീതിയുള്ള പാതകളിൽ നടത്തുമ്പോഴും ആ നീതിയുള്ള പാതയിൽ നിന്ന് നമ്മളൊന്ന് അല്പം ഒന്ന് വഴി മാറിയാല് കർത്താവ് പറയുകയാണ് എന്റെ നിമിത്തം ഞാൻ അവിടെ ഇറങ്ങിച്ചെന്ന് അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് അതിക്രമങ്ങളെ മായ്ച്ചു കളയുമെന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. जब मार्ग से भटक जाते परमेश्वर कहते मैं उसका बीच में जाएंगे और वो अपने उनका अपराधों को मिटा देता हूँ। ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർത്താവിന്റെ വഴിയിൽ നിന്ന് നമ്മുടേതായ ഒരു സ്വയം വഴി നമ്മൾ ചിന്തിച്ച് മാറ്റി എടുത്തു പോകുന്നുണ്ടെങ്കിലും ദൈവം അവിടെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. परमेश्वर का मार्ग को छोड़कर जब हम अपना मार्ग में चलते हैं हमें ढूंढकर हमारे पास आने वाला एक परमेश्वर को हम यहाँ पर देखते हैं। അപ്പോൾ കർത്താവിന്റെ നാമനിമിത്തം അവൻ നീതിയുള്ള പാതകളിൽ നടത്തുകയും ചെയ്യും. അവൻ നമ്മൾ അതിൽ നിന്നൊന്ന് മാറിപ്പോയാൽ നമ്മളെ മടക്കി വരുത്തുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മുടെ ഇടയിലോട്ട് തന്നെ കർത്താവിന്റെ നാമനിമിത്തം ഇറങ്ങി വരികയും ചെയ്യും. जब उसका मार्ग से दूर चले जाते हैं भटक जाते हैं वो अपने नाम के निमित्त हमें सीधे मार्ग में चलाने के लिए अपना मार्ग में चलाने के लिए हमारा साथ हमारा बीच में आता है। മുന്നോട്ട് പോയാൽ യെശയ്യാവിന്റെ പുസ്തകം 48-ന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. उसका यशायाह 48 और 9 भी पढ़े। തിരുനാമനിമിത്തം അവൻ ചെയ്യുന്നത് അതിന്റെ 9-ാം വാക്യത്തില് എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു. अपने ही नाम के निमित्त में मैं क्रोध करने में विलंब करता हूँ। നിന്നെ സംഹരിക്കാതിരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നെന്ന് ഇവിടെ ദൈവം പറയുകയാണ്. अपना महिमा के निमित्त अपने आप को रोक रखता हूँ ऐसा न हो कि मैं तुझे काट डालू। അതുകൊണ്ടാണ് കർത്താവിന്റെ കോപം അടക്കി വെച്ചിരിക്കുന്ന ദീർഘക്ഷമ നമ്മളോട് കാണിക്കുന്നു. वो अपना क्रोध को रोक रखा है और हमारे साथ दया दिखाता है। ആ മുടിയനായ പുത്രന്റെ അപ്പൻ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. വരും, ഇവൻ നിശ്ചയമായിട്ടും വരും, അത് കാരണം ഞാൻ എന്റെ കോപത്തെ അടക്കി വെക്കുന്നെന്നാണ് ഇവിടെ ദൈവം പറയുന്നത്. वो उड़ाव पुत्र के विषय में वो पिताजी बाहर द्वार पर बैठकर इंतजार करते हैं इस उम्मीद के साथ कि निश्चय मेरा बेटा वापस आएंगे और मैं अपना क्रोध को रोक रखा हूँ। മുന്നോട്ട് പോകാം. യെശയ്യാവിന്റെ പുസ്തകം വീണ്ടും 66-ന്റെ 5 നമുക്ക് വരാം. 66 का 5 भी देखें यशायाह किताब। യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ ഞാൻ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടത് യഹോവ തനത്തുവാൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ, എന്നാൽ അവർ ലജ്ജിച്ചു പോകുമെന്ന് ഇവിടെ കർത്താവ് പറയുന്നു. यहाँ पर हम इस प्रकार पढ़ते तुम जो यहोवा का वचन सुनकर थरथराते हो, यहोवा का वचन सुनो। तुम्हारे भाई जो तुमसे वैर रखते हैं और मेरे नाम के निमित्त तुमको अलग कर देते हैं, उन्होंने कहा है यहोवा की महिमा बढ़े जिससे हम तुम्हारे आनंद देखने पाए, परंतु उन्हीं को लज्जित होना पड़ेगा। sake of God, കർത്താവിന്റെ നാമനിമിത്തം നമ്മളെ പുറത്താക്കി കളയുന്നവരുണ്ട്. उनका नाम का निमित्त हमें अलग कर देता है। നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്, हमारा निंदा करने वाले लोग हैं, പരിഹസിക്കുന്നവരുണ്ട്, हमें ठट्ठों में उठाने वाले लोग हैं। എന്നാൽ ഇവിടെ പറയുന്നു, അതിന്റെ താഴെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു, തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. 6वां आयत में हम इस प्रकार पढ़ते सुनो, नगर से कोलाहल की धूम, मंदिर से एक शब्द सुनाई देता है, वह यहोवा का शब्द है, यह अपने शत्रुओं को उसकी करनी का फल दे रहा है. നമുക്കും കർത്താവിന്റെ മക്കളായ നമ്മളും കർത്താവിന്റെ നീതിയുള്ള പാതകളിൽ കൂടെ നടന്നു പോകുമ്പോൾ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന സൗണ്ട് അല്ലെ ആ നാദം കേൾക്കുവാൻ കഴിയും. जो हम धार्मिक का मार्ग में चलते हैं
हमारा वैरी के साथ उनका कार्य का, जो परमेश्वर का कार्य का आवाज हमें सुनाई पड़ता है। തിരുനാമ നിമിത്തം അവൻ നീതിയുള്ള പാതകളിൽ നമ്മളെ നടത്തുമ്പോൾ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കും. जब उनका नाम का निमित्त धार्मिकता का मार्ग में जब परमेश्वर हमें चलाते हैं, तो हमारा वैरी के साथ वो जो व्यवहार करते हैं उसका आवाज हमें सुनाई पड़ता है। അതാണ് ദാവീദ് പറയുന്നത്, തിരുനാമ നിമിത്തം അവൻ എന്നെ നീതിയുള്ള പാതകളിൽ നടത്തുന്നുവെന്ന്. इसलिए दाऊद कहते हैं उनका नाम का निमित्त मुझे धार्मिकता का मार्ग पे चलाते हैं। ശൗലിൽ നിന്ന് അവൻ പ്രതികൂലം അനുഭവിച്ചു. वो शाऊल से उसके सामने वो प्रतिकूल अवसर का सामना करना पड़ा। ആ അബ്ശലോം നിമിത്തം അവൻ പ്രതികൂലത്തിലായി. अबशालोम का निमित्त भी वो प्रतिकूल अवस्था में पड़ गया। ഇവര് ഇങ്ങനെയുള്ള ശത്രു ഫെലിസ്തീനയുടെ നിമിത്തം അങ്ങനെ ദാവീദിന്റെ ജീവകാലത്ത് അവൻ നേരിട്ട പല ശത്രുവിൻ്റെതാകുന്ന പോരുകൾ ഉണ്ടായിരുന്നു. दाऊद अपना समय में फिलिस्तीनियों का और भिन्न भिन्न जवाबों से बहुत सारे विपरीत परिस्थितियों का सामना करना पड़ा। അവന്റെ ജീവന് വരെ ഭീഷണി ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. वो उनका जीवन का भी जो है उसको उस तरह का जीवन का हानि उठाना पड़े, इस तरह का अवसर भी था। ശൗലും അബ്ശാലോമും ഒക്കെ എങ്ങനെയെങ്കിലും ദാവീദിനെ കൊന്നുകളഞ്ഞാൽ മതി എന്നുള്ള തീരുമാനം എടുത്ത് നിന്നവരായിരുന്നു. और शाऊल और अबशालोम जैसे लोग किसी भी प्रकार दाऊद का घात करना चाहता था। അതുകൊണ്ടൊക്കെ തന്നെ സറൗണ്ടിങ് കൺട്രിയായ ഫെലിസ്തീർ ദാവീദിനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയുവാൻ ശ്രമിച്ചവരാണ്. उसका आसपास का जो फिलिस्ती देश के लोग दाऊद को किसी प्रकार नाश करना चाहता था। അത് കാരണമാണ് ഇവിടെ ദാവീദ് പറയുന്നത്, മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. लेकिन यहाँ पर दाऊद कहते हैं मृत्यु का तराई में होकर मैं चलूंगा तो भी मैं डरेंगे नहीं। അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വായിക്കാം. അടുത്ത നമ്മുടെ സങ്കീർത്തനത്തിൽ വായിച്ചു, മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന്. वचन संहिता में हमने पढ़ा, मृत्यु का तराई में होकर गुजरेंगे तो भी मैं डरूंगा नहीं। അങ്ങനെ ഒരു താഴ്വരയുടെ അനുഭവം ദൈവവൈദ്യന് നേരിടാം. इस प्रकार का एक तराई का अवस्था विश्वासी लोग सामना कर सकता है। നമുക്ക് താഴ്വരയെ കുറിച്ചുള്ള ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വരാം. एजेकियल उसका 37 का पहला आयत में हम आए। 37-ന്റെ 1-ല് വായിക്കുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. एजेकियल 37 और उसका पहला में यहोवा की शक्ति मुझ पर हुई और वह मुझ में अपना आत्मा समाकर बाहर ले गया और मुझे तराई के बीच खड़ा कर दिया। वह तराई हड्डियों से भरी हुई थी। എന്ന് വെച്ചാല് ഒരു ഉത്സാഹം കെട്ട ഒരവസ്ഥയുടെ നടുവിലോട്ടാണ് എസെക്കിയേലിനെ ദൈവം ഇറക്കിയത്. यहाँ पर एक निरुत्साह करने वाला एक तराई में एजेकियल को ले आया। ആത്മാവിലെ അസ്ഥികളുടെ കൂമ്പാരത്തിന്റെ നടുവിലോട്ടാണ് എസെക്കിയേലിനെ ദൈവം ഇറക്കിയത്. वहां पर हड्डियों का बीच में वहां पर दाऊद को लेकर आया। ഒരു ഡെഡ് ബോഡി അത് സംസ്കാരം ചെയ്താൽ അത് ഭൂമിക്ക് അടിയിൽ ആയിരിക്കും. उसको दफनाए नहीं, क्योंकि वो दफना हो तो मिट्टी के भीतर होता। എന്നാൽ ഈ എല്ലുകള് മണ്ണിനടിയിൽ പോകാതെ ഡെഡ് ബോഡി അങ്ങനെ കടന്ന് മരിച്ച ആളുകളുടെ അസ്ഥികൂടങ്ങളാണ് നമ്മൾ എസെക്കിയേലിനെ ദൈവം കാണിച്ചത്. एजेकियल को दिखाए जो इंसान जो वो दफनाए नहीं है, बल्कि वो ऐसे शरीर जमीन के ऊपर पड़ा हुआ है और उसका हड्डियों को दिखाया। ഉണങ്ങിയ അസ്ഥികൾ, सूखा हुआ हड्डियां। എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മണ്ഡലമാണ് ഇവിടെ പ്രവാചകനെ കാണിക്കുന്നത്. यहाँ पर भविष्यवक्ता को हमारा
सूखा हुआ जो अवस्था आत्मिक जीवन का अवस्था को दिखाया। നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉത്സാഹമില്ലായ്മ ഈ आ, ഒരു താഴ്വരയിലോ എസക്കേലിനെ ദൈവം ഇറക്കിയപ്പോൾ എസക്കേൽ കണ്ടു. एक सूखा हुआ जो आत्मिक जीवन जिसको जिसको एसकेल को परमेश्वर ने दिखाया। ഒരു ചുണയില്ലാത്ത ഇരിക്കുന്ന ഒരു അവസ്ഥ എസക്കേലിനെ ദൈവം കാണിച്ചു. वो एसकेल को परमेश्वर ने दिखाया एक सूखा हुआ जिस पर कोई जीवन नहीं, जान नहीं, उस प्रकार का अवस्था है। ജീവനില്ലാത്ത അവസ്ഥ, एक जीवन नहीं, उस प्रकार का एक अवस्था है। ജീവിതത്തെ പിന്തുണയ്ക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയില് ഒരു ഉണങ്ങിയ അസ്ഥികളെ കൂട്ടായിരിക്കുന്ന ആത്മീയ അവസ്ഥ. जीवन को शक्ति न देने वाला और उसका ताकत न देने वाला एक सूखा हुआ आत्मिक अवस्था है। ഈ താഴ്വരയുടെ നടുവിലോട്ട് എസക്കേലിനെ ഇറക്കിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? उस तराई में एसकेल को उतारा, खड़ा किया और परमेश्वर उससे पूछते हैं क्या ये हड्डियां जीवित होंगे? എസക്കേൽ പറയുന്നത്, കർത്താവേ എനിക്കറിയില്ല, നീ നിനക്കറിയാമല്ലോ. एसकेल ने बताया, परमेश्वर मैं नहीं जानता, तू जानता है। എന്നാല് ആ ഒരു സ്കോപ്പുമില്ലാത്ത ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വലിയൊരു സൈന്യത്തെയാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് കാണുന്നത്. वहां पर ऐसा कोई उम्मीद नहीं था। ऐसा अवस्था में आगे जब पढ़ते हैं, वहां पर एक बहुत बड़ा झुंड, जो सेना का झुंड को आगे को हम देखते हैं। ഇവിടെ ദാവീദ് അടുപ്പിച്ചെഴുതുന്ന നീതിയുള്ള പാതകളിൽ തിരുനാമ നിമിത്തം നടത്തുമ്പോൾ തന്നെ അടുത്ത് എഴുതിയിരിക്കുന്നത് മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്നാണ് ദാവീദ് വായിക്കുന്നത്. എഴുതിയിരിക്കുന്നത് दाऊद लिखते हैं, जो परमेश्वर का नाम का निमित्त जो धार्मिकता का मार्ग में चलाते हैं, और उसके आगे वो लिखते हैं कि वो मृत्यु का तराई में का अवस्था को भी वो बताता है। നീതിയുള്ള പാതകളിൽ നമ്മളെ കൊണ്ടുപോകുമ്പോഴും മരണനിഴലിന്റെ താഴ്വര നമ്മളെ നേരിടും. धार्मिकता का मार्ग में जब हमें लेकर चलते हैं, लेकिन मृत्यु का तराई का भी हमें सामना करना पड़ेगा। നീതിയുള്ള പാതകളിൽ പോകുമ്പോഴും നമ്മൾ ചോദിക്കും, കർത്താവേ, എസക്കേലിനോട് ദൈവം ചോദിച്ചു, പക്ഷെ നമ്മൾ തിരിച്ച് കർത്താവിനോട് ചോദിക്കും, ഇതിന് വല്ല മാറ്റം വരുമോ? यहाँ पर धार्मिकता का मार्ग में चलाते हैं, वो एसकेल से परमेश्वर ने पूछा, लेकिन हम परमेश्वर से पूछते हैं कि क्या इसमें कुछ बदलाव आएंगे? കർത്താവേ, ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഇനി ഒരു മാറ്റം വരുമോ? परमेश्वर, क्या इस अवस्था में कोई परिवर्तन आएगा? അപ്പോഴ് ആ താഴ്വരയിൽ കൂടി നടന്നാലും ദാവീദ് പറയുന്നത്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന്. दाऊद कहता है, मैं उस तराई में होकर गुजरेंगे तो भी मैं डरूंगा नहीं, क्योंकि उसका लाठी मेरा सहायता करेगा, मुझे चलाएगा। നീതിയുള്ള പാതകളിൽ നടക്കുമ്പോഴും ഇങ്ങനെയുള്ള അസ്ഥികളുടെ കൂമ്പാരങ്ങൾക്ക് തുല്യ എസക്കേലിനെ നടത്തിയിട്ട് അതുകൊണ്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ ദൈവം തമ്പുരാൻ കൊണ്ടുപോകും. धार्मिकता का मार्ग में से होकर जब हमें चलाते हैं, लेकिन जैसे इस हड्डियों का ढेर का जैसे अवस्था में से होकर भी हमें गुजरना पड़ेगा। അതൊക്കെയും കർത്താവിന്റെ പ്രോമിസിൽ ഈ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ ശത്രുക്കൾ നിമിത്തം എന്റെ ശത്രുക്കൾക്കാകെ നീതിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നത് അടുത്തത് ദാവീദ് എഴുതിയിരിക്കുന്നു. दाऊद कहते हैं, शत्रुओं के सामने मेज को बिछाते हैं और मेरा सिर को तेल से अभिषेक करेंगे, इस प्रकार वो लिखते हैं। നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. दूसरा इतिहास उसका 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായം 20 और उसका 22, 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. 20 का 26, ഒരു മിനിറ്റ്, 20-ന്റെ 26-ാം വാക്യം. 4-ാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് ഇന്നുവരെയും ബരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. दूसरा इतिहास 20 और उसका 26वां आयत, 14 दिन वे
बेराक नामक तराई में इकट्ठा हुए और वहां यहोवा का धन्यवाद किया। इस कारण उस स्थान का नाम बेराक की तराई पड़ा, जो आज तक है। ഇവിടെ യഹോശാഫാത്ത് എന്ന് പറഞ്ഞ രാജാവ് വലിയൊരു യുദ്ധത്തെ നേരിടുന്ന സാഹചര്യവും ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചാൽ വലിയൊരു യുദ്ധത്തെ ആ രാജാവ് നേരിടുകയും ദൈവം അത്ഭുതകരമായ വിധത്തില് രാജാവിനെയും ഇസ്രായേൽ ജനത്തെയും വിടുവിച്ചതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. इस अध्याय को जब पढ़ते हैं, यहोशाफात एक लड़ाई लड़ी और अद्भुत रीति में परमेश्वर उस यहोशाफात राजा और इस्राएल लोगों को वहां से जीत दिलाया, उसके बारे में हम यहाँ पर पढ़ते हैं। അവിടെ ശത്രു സൈന്യം വന്നപ്പോൾ ഈ യഹോശാഫാത്തിന് നേരിടാനുള്ള ശക്തി ഇല്ലായിരുന്നു. वहां पर जो वैरियों का सामना वो कर नहीं पा रहा था, എന്നാൽ യഹോശാഫാത്ത് യഹോവയിൽ ആശ്രയിച്ചു. लेकिन यहोशाफात परमेश्वर पर भरोसा किया। അവിടെ ദൈവം അത്ഭുതം ചെയ്തു കഴിഞ്ഞ ഈ ശത്രു സൈന്യത്തെ ഓടിച്ച് വിട്ട് ഇവരുടെ ശത്രുവിന്റെ മേൽ ജയം കൊടുത്തപ്പോൾ അവര് ആ താഴ്വരയില് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചെന്നാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. और जो वहां पर जब परमेश्वर वैरियों के ऊपर उसको जीत दिलाया, उस समय वो परमेश्वर का गीत गाते हुए उसका स्तुति करते हैं। वो हम 26 में पढ़ते हैं। എന്ന് വെച്ചാല് യുദ്ധത്തിന്റെ താഴ്വരയെ ബ്ലെസ്സിങ്സിന്റെ താഴ്വരയാക്കി ദൈവം യഹോശാഫാത്തിന് കൊടുത്തു. क्योंकि वहां पर जो युद्ध का जो तराई था, उसको आशीष का तराई परमेश्वर ने बना दिया है। ഇവിടെ യഹോശാഫാത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. यहाँ पर यहोशाफात को लड़ाई लड़ना नहीं पड़ा। യുദ്ധം ചെയ്യാൻ തക്കവണ്ണം അവന്റെ പക്കല് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഇല്ലായിരുന്നു. उसका लड़ने के लिए, युद्ध करने के लिए उसके पास जरूरत के अनुसार सिपाही या सेना नहीं था। എന്നാൽ ദൈവം യുദ്ധത്തിന്റെ താഴ്വരയെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റിക്കൊടുത്തു. लेकिन उस युद्ध का उस तराई को परमेश्वर ने आशीष का तराई में बदल दिया। നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു വരും ദിനങ്ങളിൽ നമ്മളെ വീണ്ടും തിരുനാമ നിമിത്തം അവൻ നീതിയുള്ള പാതകളിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. जो हमारा अच्छा चरवाहा जो यीशु मसीह आने वाले दिनों में हमें धार्मिकता का मार्ग पर आगे चलाएं और उसके लिए परमेश्वर हमारा सहायता करे। मैं इस शब्द इसके साथ समाप्त करता हूँ।